റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളതാണെന്ന് പറയാറുണ്ട്. എന്നാൽ ചിലരുണ്ട്, അവർ റെക്കോർഡുകളെ തന്നെ പുനർനിർവചിക്കും. അതെ, ഫുട്ബോൾ ലോകം ഇനി ഒരിക്കൽ കൂടി ആ പേര് ചരിത്ര താളുകളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കുന്നു. ലയണൽ ആന്ദ്രേസ് മെസ്സി. തന്റെ 39ാം ജന്മദിനത്തിന് വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഡാലസിലെ പുൽമൈതാനിയിൽ ആ കാൽപ്പാടുകൾ വീണ്ടും മാന്ത്രികത തീർത്തു. മത്സരത്തിന്റെ 9ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ വിമർശിച്ചവർക്ക് ഇഞ്ചുറി ടൈമിലെ 2ാം ഗോളടക്കം ഇരട്ട ഗോളുകളോടെയാണ് മെസ്സി മറുപടി നൽകിയത്. പരാജയങ്ങളിൽ നിന്ന് രാജകീയമായി തിരിച്ചു വരുന്നവനാണ് താനെന്ന് മെസ്സി ഒരിക്കൽ കൂടി തെളിയിച്ചു. ഈ ഇരട്ട ഗോളുകളോടെ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡ് ഇനി മെസ്സിക്ക് സ്വന്തം. ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളുടെ റെക്കോർഡും വനിതാ ഫുട്ബോൾ ഇതിഹാസം മാർട്ടയുടെ 17 ഗോളുകളുടെ റെക്കോർഡും തകർത്ത 18 ഗോളുകളുമായി മെസ്സി ഇനി ലോകകപ്പിന്റെ ഗോൾ രാജാവ്. ക്ലോസയും റൊണാൾഡോയുമെല്ലാം ഇനി ഈ രാജാവിന് പിന്നിൽ. ഒരുപക്ഷെ നാളെ എംബാപ്പെ ഈ റെക്കോർഡ് തകർത്തേക്കാം. എന്നാൽ പച്ച പുൽമൈതാനത്ത് ഒരു 39കാരൻ രചിച്ച ചരിത്രം ഭൂമിയിൽ ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. എന്തൊരു യാദൃശ്ചികതയാണിത്! മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് മത്സരം കളിച്ചതിന്റെ കൃത്യം 20ാം വർഷത്തിലായിരുന്നു അൾജീരിയക്കെതിരെയുള്ള മത്സരം. അന്ന് തന്റെ അരങ്ങേറ്റത്തിൽ ഗോൾ നേടിയ മെസ്സി 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ 6ാമത്തെ ലോകകപ്പിലും അസാമാന്യ ഫോമിൽ 5 ഗോളുകളുമായി ജൈത്രയാത്ര തുടരുകയാണ്. ഒപ്പം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡും ഈ അർജന്റീന ക്യാപ്റ്റന് സ്വന്തം. ലോകകപ്പ്, ബാലൻഡിയോർ, ചാമ്പ്യൻസ് ലീഗ്, കോപ്പ അമേരിക്ക, ഫൈനലിസിമ, ഫുട്ബോളിൽ നേടാനുള്ളതെല്ലാം നേടിയിട്ടും ഈ 39ാം വയസ്സിലും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഈ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ഇനി വാക്കുകളില്ല. ഡാലസിലെ ആ രാത്രി വെറുമൊരു വിജയം മാത്രമായിരുന്നില്ല, അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ താരത്തിന്റെ അമരത്വത്തിന് ലഭിച്ച മറ്റൊരു മുദ്രയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, തനിനിറം.